അമേരിക്ക എത്ര വലിയ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചാലും ഞങ്ങൾ അവസാന നിമിഷം വരെ പോരാടും എന്നാണ് ചൈന പറഞ്ഞത്. ഞങ്ങളുടെ കൊക്കിൽ ജീവനുള്ളതുവരെ, നമ്മുടെ അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ ട്രംപിനോട് സന്ധി ചെയ്യില്ല, ഞങ്ങൾ പോരാടും എന്നാണ് കഴിഞ്ഞ ദിവസം ചൈനീസ് മാധ്യമങ്ങളെല്ലാം ചൈനീസ് സർക്കാരിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തതും. അമേരിക്ക ചൈനയ്ക്ക് 100% താരിഫ് ഏർപ്പെടുത്താനുള്ള നീക്കം നടത്തി. അതുമാത്രമല്ല, പല കാര്യങ്ങളിലും ചൈന വലിയ രീതിയിൽ അമേരിക്ക പിടിമുറുക്കുന്നുണ്ട്. ഇത് ചൈനയ്ക്ക് വലിയ അസ്വാരസ്യം ഉണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ചൈന ഈ ഒരു വിഷയത്തിൽ ഏക പ്രതിവിധിയായി കണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി എന്ന ഒരൊറ്റ പേര് മാത്രമാണ്. നരേന്ദ്രമോദിയുമായി സഖ്യം ചേരുക എന്നുള്ളതാണ് ചൈനയ്ക്ക് മുന്നിലുള്ള ഏക പോംവഴി. അതായത് ഇന്ത്യയുമായി സഖ്യം ചേരുക എന്നുള്ളതാണ് ചൈനയ്ക്ക് മുന്നിലുള്ള ഏക പോംവഴി. ട്രംപിനെ തറപറ്റിക്കാൻ എന്നുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ചൈന എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തു തന്നെയായിരുന്നാലും കഴിഞ്ഞ ദിവസം ചൈനയും ഇന്ത്യയും പരസ്പരം വിജയത്തിന് സംഭാവന ചെയ്യുന്ന, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാവന ചെയ്ത് പരസ്പരം വിജയിക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി മാധ്യമങ്ങളോട് പറഞ്ഞത് വലിയ ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രസ്താവനയായിരുന്നു. നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അധികാരത്തിലെത്തിയ ശേഷം വിവിധ മേഖലകളിലാണ് നിരവധി നിയന്ത്രണങ്ങൾ ട്രംപ് ഏർപ്പെടുത്തുന്നത്. വിവിധ രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തുന്നത് ലോകമെമ്പാടും കാര്യമായ പിരിമുറുക്കത്തിന് കാരണമാകുന്നുണ്ട്. ഏപ്രിൽ 2 മുതൽ പരസ്പര തീരുവ ചുമത്തുമെന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഇന്ത്യയുമായി വീണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് ഈ സമയത്തിൽ ചൈന സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത്. ചൈനയും റഷ്യയും ഇന്ത്യയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ തീരുവ ചുമത്തുന്നത്, അമേരിക്കയുടെ ഉപരോധങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് ഒരു ബാധകവുമല്ല. അടുത്ത യുഗം, അതായത് ഇനി പിറക്കാൻ പോകുന്ന യുഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയുമാണ് എന്ന് പല നയതന്ത്ര വിദഗ്ധരും പറയുന്ന സാഹചര്യത്തിലാണ് ചൈന ഇന്ത്യയോട് കൂട്ടുകൂടാൻ വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ട്രംപിൻ്റെ സ്ഥാനാരോഹണം ചൈനയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ചൈനയും ഇന്ത്യയും പരസ്പര വിജയത്തിന് സംഭാവന നൽകുന്ന പങ്കാളികളായിരിക്കണമെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏകോപനമാണ് ശരിയായ വഴി, അല്ലാതെ പ്രകോപനമല്ല ശരിയായ വഴി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരസ്പരം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം മുന്നോട്ട് പോകുന്നതിൽ ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമേ ഇരു രാജ്യങ്ങളുടെയും അവരുടെ ജനങ്ങളുടെയും താല്പര്യങ്ങളും നമുക്ക് നിറവേറ്റാൻ സാധിക്കുമെന്നാണ് ചൈന പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും ചൈനയിൽ 140 കോടി ജനങ്ങളുണ്ട്, ഇന്ത്യയിൽ 140-ലധികം കോടി ജനങ്ങളുണ്ട്. രണ്ടും വലിയ മാർക്കറ്റിംഗ് പവറാണ്, വലിയ പർച്ചേസിംഗ് പവറാണ്, വലിയ ഉൽപ്പാദന ശക്തിയാണ്. അപ്പോൾ ഈ ഒരു ശക്തി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ലോകം തന്നെ കീഴടക്കാം എന്നുള്ളൊരു ധ്വനിയാണ് ചൈന അവിടെ വച്ചതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തു തന്നെയായാലും ചൈനയും ഇന്ത്യയും കൈകോർക്കുമ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൂടുതൽ തുറന്നതായി തീരുമെന്നും ശക്തമായ ആഗോള ദക്ഷിണേന്ത്യയ്ക്കുള്ള സാധ്യതകൾ വർദ്ധിക്കുമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. സംഭാഷണത്തിലൂടെ പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവുമില്ല എന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് സംസാരിച്ച് തീർക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ തീർക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. ലോകത്തെ മികച്ച സ്ഥലമാക്കി മാറ്റാൻ ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനായി സാധിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടി നൽകാൻ ചൈന ഇപ്പോൾ കണ്ണുവയ്ക്കുന്നത് ഇന്ത്യയും ഇന്ത്യയുടെ മാർക്കറ്റിനെയും ഇന്ത്യയുമായുള്ള സൗഹൃദത്തെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.